ആരൊക്കെയാണ് യഥാർത്ഥ ധീരന്മാർ? ജീവിതത്തിൽ വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിൽ തളരാതെ മനസ്സിന്റെ സമനില നിലനിർത്താൻ കഴിയുന്ന വ്യക്തികൾ യഥാർത്ഥ ധീരന്മാരാണ്. ശാരീരികവും മാനസികവുമായ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോഴും മനസ്സ് തളരാതെ മുന്നോട്ടുള്ള മാർഗത്തെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ടു പോകുന്നവർ യഥാർത്ഥ ധീരന്മാരാണ്. ജീവിത സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ള മനസ്സിനെ ആകർഷിക്കുന്ന വസ്തുക്കളുമെല്ലാം ഉണ്ടാക്കുന്ന പ്രലോഭനങ്ങളിൽ ഒന്നും വീണു പോവാതെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധയോടെ മുന്നേറുന്നവൻ ധീരനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കും ക്രോധത്തിനും മതമാത്സര്യ ബുദ്ധികൾക്കും ഒന്നും കീഴ്പ്പെടാതെ എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനം മാത്രം നൽകി സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നവരും ധീരനാണ്. ജീവിതത്തിൽ നന്നായി ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നവർ ധീരന്മാരാണ്. മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ധീരതയല്ല, അത് ഭീരുത്വമാണ്. നമ്മളെക്കാൾ കഴിവുള്ളവരെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് അവരെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം മനസ്സിന്റെ എടുത്തുചാട്ടങ്ങളെ നിയന്ത്രിച്ച് നയപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും ധീരരാണ്. ഒരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ അതിൻ്റെ വരും വരായികകളെപ്പറ്റി പൂർണ്ണമായും ചിന്തിച്ചു മനസ്സിലാക്കി മാത്രം അവയെ നേരിടാൻ കഴിയുന്നവനും ധീരനാണ്. അതായത് ശാരീരികവും മാനസികവുമായ എല്ലാ ദൗർബല്യങ്ങളെയും അതിക്രമിക്കാനുള്ള കഴിവിനെയാണ് ധീരത എന്ന് പറയുന്നത്. ആത്മീയമായ ബലമില്ലാതെ ശാരീരികമായ ബലം മാത്രമുണ്ടായാൽ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ആ ശാരീരികമായ ബലം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അങ്ങനെ ധീരനായിരിക്കാൻ വേണ്ട സ്വഭാവ വിശേഷങ്ങൾ കുറേയേറെയുണ്ട്. ഈ ഗുണങ്ങളിൽ ഏതെല്ലാം നമ്മളിലുണ്ട്, ഏതെല്ലാം വളർത്തിക്കൊണ്ടുവരണം എന്ന് സ്വയം ചിന്തിച്ച് വിശകലനം ചെയ്യുക.